എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ടുള്ള സേമിയ പായസത്തിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പലതരത്തിലുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിലും റിയൽ ആയിട്ടുള്ള നമ്മുടെ സാധാരണ സേമിയ പായസത്തിൻ്റെ റെസിപ്പി നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അധികം താമസിയാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സേമിയ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് കുതിർക്കാനായിട്ട് ഒരു അരമണിക്കൂർ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സോസ് പാനിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് നമുക്ക് ഈ ചവ്വരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പായസം ഏതുണ്ടാക്കിയാലും അതിൽ ചവ്വരി ഇടുമ്പം ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു രസമാണ്. പിന്നെ പായസം നന്നായിട്ട് കുറുകി കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ചവ്വരി ഉപയോഗിക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം. അടി കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ 2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വറക്കാത്ത വെർമിസില്ലി ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ലിറ്റർ പാലാണ്. നല്ല കട്ടിയുള്ള പാലാണ് ചേർത്തിരിക്കുന്നത്. ഒരുപാട് കട്ടിയൊക്കെ ഉള്ള പാലാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാലിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. സേമിയ ഈ പാലിൽ കിടന്നിട്ട് വേണം നന്നായിട്ട് വെന്ത് വരാനായിട്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ വേവാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചവ്വരിയിൽ നിന്നും ചേർക്കുന്നുണ്ട്. ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർക്കാം. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് വെച്ചിട്ട് പോയാൽ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകും. നമ്മൾ സേമിയ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് മധുരം ചേർക്കുന്നത്. മധുരം നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ സേമിയ നന്നായിട്ട് വെന്ത് വരില്ല. നന്നായിട്ട് കുറുക്കി തന്നെ ഇത് എടുക്കുക. നല്ല പാടയൊക്കെ ഉള്ള പാലാണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമിയായിട്ട് സേമിയ പായസം കിട്ടും. ഇപ്പോൾ നമ്മുടെ സേമിയ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ കിടക്കുന്ന വെർമിസിലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതാണ് ചേർക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 4 ടേബിൾ സ്പൂൺ കുറച്ച് കുറവാണ് മധുരം. നമ്മൾ അവസാനം കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല മധുരമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 4 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3-4 ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഫ്രഷായിട്ട് അപ്പം തന്നെ പൊടിച്ചിട്ട് ചേർക്കുമ്പോഴാണ് പായസത്തിനൊക്കെ നല്ല മണം കിട്ടുന്നത്. പായസത്തിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് കൂടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി പായസം ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്കൊന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്കൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് തികച്ചും ഓപ്ഷണലാണ്. ഒന്നുകൂടെ നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് ഇവിടെ കുറുകി നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഒന്ന് വറുത്തിട്ട് ചേർക്കാം. നിങ്ങൾക്കിത് ആദ്യം നമ്മൾ സേമിയ വറുക്കുന്നതിന് മുന്നേ തന്നെ വറുത്ത് കോരി മാറ്റിയും വെക്കാം. ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ 2 പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വറുത്തിട്ട് ഒഴിക്കുന്നതാണ് ഒന്നുകൂടെ സൗകര്യം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുന്തിരിങ്ങ ചേർക്കാം. ഇപ്പോൾ 2 നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പായസത്തിലേക്ക് ചേർക്കാം. അങ്ങനെ സദ്യയ്ക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വരും ദിവസങ്ങളിൽ നമ്മൾ ഓണത്തിൻ്റെ കൂടുതൽ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്